ഇതാണ് തോന്നുന്നു ഏറ്റവും വലിയ പശു. ഇതാണ് ദ്രൗപദി. ഏകദേശം 17 ഇനങ്ങളിലായിട്ട് 50ഓളം പശുക്കളും കാളകളും ഒക്കെയാണ് നമുക്കിപ്പോൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കോട്ടയം ജില്ലയിലെ ആനിക്കാടാണ് എത്തിയിരിക്കുന്നത്. ഒരു പശുവിൽ തുടങ്ങി 50 പശുക്കളിലേക്ക് എത്തി നിൽക്കുകയാണ്. മുറ്റം നിറയെ ഗോക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഒരേ ഒരു ഗോശാല കേരള ടൂറിസത്തിൽ ഉൾപ്പെടുത്തി മഹാലക്ഷ്മി ഗോശാലയെ മാറ്റിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഗോശാലയിലെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. ഞാനിവിടെ കോട്ടയം ജില്ലയിൽ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഏകദേശം ഇപ്പോൾ 50ഓളം നാടൻ പശുക്കളുണ്ട്. പിന്നെ അങ്ങനെ നാടൻ വിത്തിനങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സംരക്ഷണ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടൻ പശു അധിഷ്ഠിത സുസ്ഥിരത, ദേശീയ കൗ സെൻട്രിക് സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ ഒരു കോൺസെപ്റ്റായി വന്നിരിക്കുന്നത്. മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വിഷരഹിതമായതും നാച്ചുറലായതുമായ സാധനങ്ങളെല്ലാം നമുക്ക് ഈ നാടൻ പശുക്കളെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു മോഡൽ ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിച്ചേൻ്റെ വീടിന്റെ മുറ്റം നിറയെ പശുക്കളല്ലേ? അതെ, വീടിനോട് ചേർന്നാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതെ അതെ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ ഹരിച്ചേട്ടാ? ആയിക്കോട്ടെ, കാണാം. ക്ടാവുകളുടെ ഒരു സെക്ഷൻ അല്ലേ? ഇവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതെ, ഏകദേശം 17 ഇനങ്ങളിലായിട്ട് 50ഓളം പശുക്കളും കാളകളും ഒക്കെയാണ് നമുക്കിപ്പോൾ. ക്ടാവുകളുടെ ഒരു സെക്ഷൻ ഇത് അല്ലേ? അതെ. അപ്പോൾ ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ അമ്മമാരൊക്കെയാണ്. ഇത് നമ്മുടെ കങ്കയം, ജല്ലിക്കെട്ട് ഒക്കെ നടത്തുന്ന തമിഴ്നാട്ടിൻ്റെ കങ്കയമാണ്. ഇത് പശുവാണ്. ഇത് സഹിവാളാണ്. ഇത് കൃഷ്ണ നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയുന്ന കാങ്കരജ് എന്നൊക്കെ പശുവാണ് ഇത്. അതെ, ഇത് തഞ്ചാവൂർ കൃഷ്ണയാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഇത് നമ്മുടെ വെച്ചൂര് എന്നതിൽപ്പെട്ട. ഇതിനൊക്കെ നമ്മൾ അറവശാലയിൽ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടെന്നാണ്. ഇത് അതിൻ്റെ മകളായിരുന്നു. കുഞ്ഞായിട്ട് ഇവിടെ വന്നതാണ്. ഒരു മകനുണ്ട് അവിടെ. അങ്ങനെ ഒരു ഫാമിലിയെ മുഴുവനായിട്ട് അതിൻ്റെയൊക്കെ സ്നേഹമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പാല് കുടിച്ചോണ്ട് പോവാണ്. ഇത് കുഞ്ഞാ. ഇപ്പോൾ ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്. ഇത് കാസർഗോഡ് ഡോർഫാണ്. അതെ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ട്. ഗീറാണ്. ഇതിനൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് താർ പാർക്കർ, പിന്നെ ഇത് കാസർഗോഡുണ്ട്, മലനാട് ഗിഡ. രക്ഷിച്ചിട്ടുണ്ടല്ലേ മിക്കവാറൊക്കെ അങ്ങനെയുള്ളവരാണ്. അതെ, നമ്മളങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നതും അറവശാലയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ ആയിട്ടുള്ള. ഇത് ദിയോനി എന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ കാങ്കരജിൽപ്പെട്ട. അതെ, ഇതാണ് തോന്നുന്നു ഏറ്റവും വലിയ പശു. ഇതാണ് ദ്രൗപദി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൾ. ഇതാണ് മഹാലക്ഷ്മി. ഇവിടുത്തെ പേരാണ്. അതെ അതെ, ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോ കാറി കയറ്റി കൊണ്ടുവന്നാണ്. അവളിലാണ് തുടക്കം. അതുകൊണ്ട് പേരും അങ്ങനെ തന്നെ. അത് ഗീറാണ്. അല്ല, ഇത് റെഡ് സിന്ധി. ഇത് ഗീറ്. പിന്നെ ഇത് കാസർഗോഡ് കൊള്ളനാണ്. ഇവിടെ ചെറുവള്ളിയുണ്ട്. നമ്മുടെ കോട്ടയത്തിൻ്റെ തനത് ഇനമായ ചെറുവള്ളി. ഇത് വെച്ചൂര്. ഇത് ഗീറിന്റെ ബുള്ള. ഇതെല്ലാം ബുള്ളുകളാണ്. ഈ സെക്ഷൻ മൊത്തം ബുള്ളുകളാണ്. അതെ, ഇത് നമ്മുടെ ഗീറിന്റെ ബുള്ളാണ്. ഗോവിന്ദനാണ്. ബദരി ഗോവിന്ദ്. ഇത് നമ്മുടെ സുരേഷ് ഗോപി സാറ് തന്ന രമണി എന്ന് പറയുന്നത് ഇതാണ്. വില്ലുവാതിരിയാണ്. ഇത് കപിലയാണ്. അതെ, ബുള്ളാണ്. ഇതെല്ലാം ബുള്ള. ഇത് കങ്കയം, ഇത് കാങ്കരജിന്റെ ഒരു 2-3 പശുക്കളുണ്ട്. അത് നമ്മൾ ഈ ചെന പിടിക്കാത്തവരെയൊക്കെ ഇങ്ങനെ ഇത് ഇവരുടെ കൂടെ ഇട്ടിരിക്കുക.
ഹരിച്ചേട്ടാ, ഒരു പശുവിൽ തുടങ്ങി ഇന്ന് ഈ മഹാലക്ഷ്മി ഗോശാല 50 പശുക്കളിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ ഗോശാല കൊണ്ട് ഹരിച്ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നാണ്, കാറിൽ കയറ്റി കൊണ്ടുവന്നാണ്. അതിൻ്റെ പേരാണ് മഹാലക്ഷ്മി എന്നുള്ളത്. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ആ ഒരു പശുവിനെ കൊണ്ടുവന്ന് നമ്മൾ ആ സമയത്ത് 2-3 മാസം ഇവിടെ അടച്ചിരുന്ന സമയത്താണ് നമ്മൾ കൃഷിയെ പറ്റി ചിന്തിച്ചതും. ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, ധാരാളം പേര് ഇവിടെ ആ സമയത്ത് വന്ന് ചക്ക കൊണ്ടുപോവുകയും അരി കിട്ടാത്തൊരു സമയമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനിയാണെങ്കിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളെ തേടി വരും എന്നൊരു കണക്കൂട്ടലിലാണ് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് ചാണകത്തിൻ്റെ ആവശ്യം അന്ന് കൊണ്ടുവന്നാണ് കൃഷിയൊക്കെ തുടങ്ങാം പതുക്കെ നമ്മുടെ ആവശ്യത്തിനും, പിന്നെ കുറച്ച് മറ്റുള്ളവരുടെ ഒരു കരുതലും കൂടെ എന്ന രീതിയിൽ നമുക്ക് ചെയ്തു തുടങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു പശുവിൽ നിന്ന് തുടങ്ങി അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ച് നാടൻ ഒരു റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട ഒരു കിടാവിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ വ്യത്യാസങ്ങളും പ്രയോജനങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് നമ്മളത് 1 എന്നുള്ളത് 2 ആയി, പിന്നെ 3 ആയി. അങ്ങനെ പഠിച്ച് വന്ന സമയത്താണ് നമ്മൾ ഇവരെ കൺസർവ് ചെയ്യേണ്ടതാണെന്നും ഇത്രയും 79ഓളം ഇനങ്ങളുണ്ടായിരുന്നത്, അംഗീകരിച്ച ഇനങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ അത് 38 കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാളകളെയൊക്കെ കുറേയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ വന്ധീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് നമ്മളെ കൊണ്ടാവുന്ന വിധം ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ബ്രീഡുകളെയും കൊണ്ടുവരണം എന്നുള്ള വിശ്വാസത്തിൽ ഒരു 17ഓളം ഇനങ്ങളിപ്പോൾ ഉണ്ട്. അതിൻ്റെ 10ഓളം ബ്രീഡുകളുടെ കാളകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ മേറ്റിങ്ങിൽ കൂടി നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവരെ ഒരു സംരക്ഷണത്തിൻ്റെ ആ ഒരു പാതയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഭയങ്കര സ്നേഹമില്ലേ മോളുമായിട്ട്? അതെ അതെ, ചെറുപ്പത്തിൽ തൊട്ടേ കാണുന്നതാണല്ലോ. അതുകൊണ്ട് തല താത്തി കൊടുക്കുക. ഗോവിന്ദനെ കണ്ട നമ്മള് പേടിക്കില്ലേ? ഓണം മുമ്പ് ഇവരൊക്കെ വലിയ പെഞ്ചുകളാ. എല്ലാവർക്കും കേൾക്കണ്ടേ. കോവയ്ക്കയുടെ വിശ്വസിച്ച് ചോദിച്ചോ, നീ ക്രീമിന്റെ ഭാഗം കഴിച്ചോ. ഇതെന്തുവാ കേക്കാന്ന്? ഗോതമ്പും കോവയ്ക്കയും പഴവും ഞുറുക്കും. എന്തൊക്കെ? ഗോതമ്പ്, പഴം, കോവയ്ക്ക, ഞുറുക്ക്. സ്പെഷ്യൽ കേക്ക്. എൻ്റെ പേര് മുകുന്ദ. ഞാൻ ഗവൺമെന്റ് UP സ്കൂൾ ആനിക്കാലിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാ പശുവിന്റെ പേരറിയല്ലേ? ഒന്ന് പറഞ്ഞു പോയിക്കേ. ഇത് താര, കാങ്കയം. പിന്നെ ഇത് ജാനു, സഹിവാള്. ഇത് തുളസി, കൃഷ്ണ. റാണിലക്ഷ്മി, കാങ്കിരേജ്. പിന്നെ ദേവകി, തഞ്ചാവൂർ കൃഷ്ണ. സീത, വെച്ചൂര്. ഇത് സീതയുടെ മകളാണ് ശാരദ. ഇതും വെച്ചൂര. ഇതിപ്പോ പ്രഗ്നന്റാ. പിന്നെ അങ്ങോട്ടുള്ളവരുടെയൊക്കെ സുമിത്രയുണ്ട്, രാധയുണ്ട്, ലക്ഷ്മി, ധേനുക, ദ്രൗപദി, മഹാലക്ഷ്മി, സുരഭി, പിന്നെ നന്ദിനി, ജാനകി, നന്ദ. പിന്നെ ഈ കാളക്കുട്ടന്മാരിലാണെങ്കിൽ ഗോവിന്ദനുണ്ട്, ശംഭുണ്ട്, മണികണ്ഠൻ, നാരായണൻ, ദേവൻ, സന്ദീകേശൻ. എല്ലാവരുടെയും പേരറിയല്ലേ? പിന്നെ നമ്മൾ ഇവരുടെ പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ മണ്ണ് ഇപ്പം എല്ലാം മലിനമായിട്ടിരിക്കുകയല്ലേ. മണ്ണ്, ജലം, വായു എല്ലാം മലിനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നാടൻ പശുക്കളിലൂടെ നമുക്ക് ഇതെല്ലാം ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താൻ ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു റോളെന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തനത് നാടൻ ഇനങ്ങളെ എല്ലാം നമ്മളിവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. മണ്ണ് ആണെങ്കിലും നല്ല മണ്ണിരകളുടെ സാന്നിധ്യം കൊണ്ടും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൊണ്ടും ഒക്കെ വളരെയധികം വ്യത്യാസം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ മണ്ണാണെങ്കിലും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യർക്ക് ഒരു സ്വസ്ഥമായിട്ടും ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള സകല കാര്യങ്ങളും നമ്മളിവിടെ ഒന്ന് സ്വരുക്കൂട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഹരിച്ചേട്ടാ, നമ്മുടെ ഈ നാടൻ പശുക്കളാകുമ്പം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ?
അതെ, നമ്മളും ഇപ്പോൾ ഒരു ഗോശാല എന്ന രീതിയിലാണ് തുടങ്ങിയത്. അതായത് നാടൻ പശുക്കളെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ആ പേര് തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്നുള്ള പേരിലേക്ക് അത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അതായത് അതിനകത്ത് തന്നെ ഉണ്ട് ഒരു സുസ്ഥിരമായ ഒരു ജീവിതമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനവരാശിക്ക് വേണ്ട സുഖമായിട്ട് താമസിക്കാനും ജീവിക്കാനും സാധിക്കുന്ന എല്ലാം നമ്മൾ ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നല്ല വായു, ജലം, പിന്നെ മണ്ണ്, വിഷരഹിത പച്ചക്കറികൾ, നമുക്ക് യാതൊരു വളങ്ങളും ചെയ്യണ്ട. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, നിറച്ച് ഈ കുമ്പളവും മത്തനും അങ്ങനത്തെ പച്ചക്കറികളെല്ലാം തന്നെ വളർന്ന് നമ്മൾ വിത്ത് വിതയ്ക്കാതെ തന്നെ നല്ലപോലെ അത് വളർന്ന് അങ്ങനെ കയറിയാണ് നമുക്ക് ധാരാളം പച്ചക്കറികളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. പിന്നെ അത് പാലില്ല എന്നൊരു കുറ്റമാണ് എല്ലാവരും ഇവരെ ആരോപിക്കുന്നത്. പാലില്ലാന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന കാങ്കരജ് പോലത്തെ നല്ല മിൽക്കിംഗ് ബ്രീഡ്സ് ഉണ്ട്. ഗീർ, കാങ്കരജ്, പിന്നെ റെഡ് സിന്ധി, സഹിവാള്, റാത്തി, അങ്ങനെ ധാരാളം ബ്രീഡുകൾ നമുക്ക് പാലുൽപാദനത്തിന് വേണ്ടി തന്നെ നമ്മൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ 10-1 ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന പശുക്കളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കെ നമുക്ക് എന്തുകൊണ്ടാണ് മറ്റേ ഹൈബ്രിഡ് പശുക്കളുടെ പുറകെ പോകുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂടാതെ പാലെന്ന് പറയുന്നൊരു ബോണസ് മാത്രമാണ്. ഇവരുടെ പഞ്ചഗവ്യങ്ങളെല്ലാം നമുക്ക് അമൃത തുല്യമാണ്. എല്ലാത്തിനും ഔഷധ മൂല്യമുള്ളതാണ്. ചാണകമാണെങ്കിലും ചാണകത്തിൽ തന്നെ മഹാലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാണകം ഉപയോഗിച്ച് നമുക്ക് എല്ലാം സാധ്യമാണ്. കൃഷി ചെയ്യാം, പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാം, പിന്നെ മരുന്നുണ്ടാക്കാം. അങ്ങനെ അതുകൊണ്ടാണ് അതിന് മഹാലക്ഷ്മി ഉണ്ടെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ പഞ്ചഗവ്യങ്ങളെല്ലാം, പഞ്ചഗവ്യ ട്രീറ്റ്മെൻറ്റും ഇപ്പം ഉണ്ട്. പഞ്ചഗവ്യ ഗുരുകുലം, കഞ്ചിപുരത്ത് ഗുരുകുലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പഞ്ചഗവ്യ തെറാപ്പി അഭ്യസിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെഡിസിൻസാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പാലിന് പുറകെ മാത്രം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഞാനിപ്പോൾ പറഞ്ഞാൽ ഇവരുടെ ഈ പരിപാലനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ കൂട് നമ്മൾ ദിവസവും കഴുകുന്ന വൃത്തിയുള്ള കൂടാണെന്ന് തോന്നുള്ളൂ. പക്ഷേ ഏകദേശം 1 വർഷമായി ഇത് കഴുകേണ്ട ആവശ്യമില്ല. ചാണകം നല്ല മുത്തുകളായിട്ടാണ് വീഴുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദുർഗന്ധം അതിനില്ല. നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെയും പിന്നെ ഇവരുടെ ദഹനത്തിന്റെ പ്രത്യേകതയും കൊണ്ട് ദുർഗന്ധം ഇല്ലാത്ത ചാണകമാണ് കിട്ടുന്നത്. അത് നമ്മൾ താഴേക്ക് മാറ്റി വെച്ചിട്ട് ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും ദേഹത്തൊന്നുമില്ല. കണ്ടോ, ഈ വീഴുന്നല്ലേ ചാണകം വീഴുന്നത്, കണ്ടോ, മുത്ത് പോലും ഇങ്ങനെ വീഴുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാം. യാതൊരു ദുർഗന്ധവും ഇല്ല. അതിന്റെ പുറത്ത് പിന്നെ ഒരു കോട്ടിങ്ങും ഉണ്ട്. അപ്പൊ ആ കോട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇവരുടെ ശരീരം തൊട്ടി പിടിക്കത്തില്ല. അതെ, ഇങ്ങനെ ഒന്ന് അമങ്ങും എന്നുള്ളത്. ഇങ്ങനെ ഇറക്കി എടുക്കാം നമുക്ക് അല്ലേ, മറ്റേ പശുവിന്റെ കൂട്ടല്ലല്ലോ. അതെ, ഇതാണ് ഇത് ശരീരം തൊട്ടി പിടിക്കുന്നില്ല, ഉണ്ടോ, പറ്റത്തില്ല. അതെ. പാല് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു ബോണസ് മാത്രമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കുടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള പാലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് നമ്മൾ കുറച്ചേ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു വരുമാനം എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ അറവുശാല എന്ന് കൊണ്ടുവന്ന പശുക്കളും പ്രജനനശേഷി ഇല്ലാത്തവരും പ്രത്യുൽപാദനം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ധാരാളം എണ്ണമുള്ള, പിന്നെ കാളകൾ തന്നെ 20 എണ്ണത്തിന് മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവനുള്ളിടത്തോളം കാലം നമുക്ക് കിട്ടുന്നത് ചാണകമാണ്. അപ്പം ആ ചാണകത്തിനെ നമ്മൾ അധിഷ്ഠിതമാക്കിയാണ് നമ്മുടെ ഒരു വരുമാനം എന്നുള്ളത്. അതായത് ചാണകത്തിൽ തന്നെ ഏകദേശം 40ഓളം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 30 ടൈപ്പ് വളങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഭസ്മം, ഡിഷ് വാഷ് പൗഡർ, പിന്നെ വരളികൾ, സോപ്പുകൾ, അങ്ങനെ പഞ്ചഗവ്യത്തിൻ്റേതായ കുറേ പ്രോഡക്ട്സ്, ഒരു 300ഓളം ഉൽപ്പന്നങ്ങൾ ശരിക്കും നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു പ്രത്യേകത, നമ്മളിവിടെ മൂക്കുവേരോ അങ്ങനത്തെ മോറ അങ്ങനത്തെ വരിഞ്ഞു മുറുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. കയറ് തന്നെ ഇല്ല ശരിക്കും. ഇവരെ സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ പണികൾ നടക്കുന്നതുകൊണ്ട് മാത്രമേ ഇവർ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇവിടെ വരെ സ്പേസ് ഉണ്ടായിരുന്നേ. ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി കിടക്കുകയും ചെയ്യാം. അതെ അതെ അതെ, ഇവിടെ അങ്ങോട്ട് അഴിച്ചു വിടാൻ സ്ഥലമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഇതല്ലേ, മോറയൊന്നുമില്ല. എല്ലാവരും നല്ല സന്തോഷമായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഏത് രീതിയിലാണോ ജീവിക്കാൻ പറ്റുന്നത് ആ രീതികളെല്ലാം, ഇഷ്ടംപോലെ ഭക്ഷണം, ശുദ്ധജലം, പിന്നെ കാറ്റും വെളിച്ചവും, നല്ല പാർപ്പിടം,
അങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ. എനിക്ക് തോന്നുന്നു ഈ അറവശാലയിൽ നിന്ന് വന്ന പശുക്കൾക്കായിരിക്കും ചെറിയ ക്ഷീണം മാറാനായിട്ടുള്ളത് അല്ലേ? ആ അതെ, ഒന്നാമത് ഈ ആളുകൾ പാല് കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് കുറെ കുഞ്ഞുങ്ങളെ. പിന്നെ അത് കൂടാതെ പല അസുഖങ്ങളുള്ളവരുണ്ട്, വേണ്ട വിധം പരിചരണം കിട്ടാത്തവരുണ്ട്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്ന ഭക്ഷണം ഇത് കണ്ടില്ലേ, ഇതിപ്പം മിച്ചവാ, ഒരുപാട് ഇട്ട് കൊടുത്തു. അവർക്ക് ആവശ്യം പോലെ കഴിക്കാം. അത് വേസ്റ്റ് ആക്കിയത് കണ്ടില്ലേ, അത് അവിടെ കൂന കിട്ടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അത്രയും നമ്മൾ ഭക്ഷണം മിച്ചം വരുന്നുണ്ട്. അപ്പം അവരുടെ ആവശ്യത്തിന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ധാരാളം ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഇറക്കുന്ന ഭക്ഷണമാണ്. എനിക്കൊന്ന് കൂടിനോട് ചേർന്ന് തന്നെയാണ് മണിത്താറാവും ഭാഗത്തേക്കുള്ളത് അല്ലേ? അതെ അതെ, എല്ലാ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് അവരവരുടെ റോളുകൾ ചെയ്യാൻ താറാവും കോഴിയും. അങ്ങോട്ട് ധാരാളം സ്ഥലമുണ്ടല്ലേ? അതെ, വെജിറ്റബിൾസ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടല്ലേ? വെജിറ്റബിൾസ് ഒക്കെ അവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഇനി പച്ചക്കറികളും അതിൻ്റെ. ഇത് 10 വയസ്സുള്ളതാണ്. 10 വയസ്സുണ്ട്. ഇതിനെ എന്നിട്ട് ചെന പിടിക്കാതെ അവർ ഉപേക്ഷിച്ചാൽ നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് ഇപ്പോൾ 12ാമത്തെ വയസ്സിൽ ചെനയാണ്. ചെനയായിട്ട് ഇനിയിപ്പണേ അങ്ങനെ ഒത്തിരി ജീവനുകൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, നമ്മൾ ഇത് വേറെ ഒരു ഗോശാല എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും കൺസർവേഷനാണ് നമ്മൾ ഉദ്ദേശമെങ്കിലും നമ്മൾ അത് പഠിച്ചു വന്നപ്പോഴാണ് നമ്മളൊരു റിസോഴ്സ് സെൻറ്റർ എന്നുള്ള രീതിയിലും കൂടെ മറ്റുള്ളവർക്കും കൂടെ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടിയ ലഭിച്ച അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനാണ്. നമ്മളിവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാം അതിൻ്റെ സയൻസുകളാണ്. ഈ പറഞ്ഞ 12 അവയവങ്ങളും ഘടനകളും പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇത് കണ്ടോ. ഗോമാതാവെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ചാണകത്തിൻ്റെ പ്രത്യേകത, ഗോമൂത്രത്തിൻ്റെ പ്രത്യേകത, അത് മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, തൈര് കടയുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, ഗോമയത്തിൻ്റെ പ്രത്യേകത, പഞ്ചഗവ്യങ്ങളുടെ പ്രത്യേകത, അങ്ങനെ എല്ലാം നമ്മളിവിടെ സയൻസ് ഉൾപ്പെടെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി കൂടുതലായിട്ട് നമ്മൾ അടുത്തൊരു ജനറേഷനിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ധാരാളം സ്കൂളുകളിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം തെളിയിക്കപ്പെട്ടതാണ്. ഇതിനെല്ലാം സയന്റിഫിക് പ്രൂഫുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെന്നുള്ളൂ. വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ പേറ്റന്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ കയ്യിലായിട്ടുണ്ട്. അമേരിക്ക, ജർമ്മനി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നിരവധി 10ന് മുകളിലുള്ള പേറ്റന്റുകൾ ഇപ്പോൾ അവരുടെ. ഞാനെല്ലാം ഇവിടെ പ്രിന്റ് എടുത്ത് നമ്മുടെ റിസോഴ്സിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തനത് സംസ്കാരമാണ്. അറിവുകളും എല്ലാം അവരിപ്പം കൊണ്ടുപോയി അവരുടെ പേറ്റന്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോമൂത്രത്തിന്റെ തന്നെ 11ഓളം പേറ്റന്റ് അമേരിക്കയുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മുടെ ഹെർബൽ മെഡിസിനൽ കോമ്പോസിഷൻസും ഗോമൂത്രവും കൂടെയുള്ള അതിന്റെ 11ഓളം പേറ്റന്റ്. ഞാനത് പ്രിന്റ് എടുക്കുമ്പോൾ 6 ഉള്ളായിരുന്നു, ഇപ്പോൾ 11 ആയിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഈ നാടൻ പശുവിന്റെ ശ്രേഷ്ഠത മനസ്സിലായിട്ടില്ല. അതെ അതെ, ഇവിടെ നമ്മൾ ചീത്ത വിളിക്കാൻ ചാണകമൊന്നും മൂത്രം എന്നൊക്കെ ഉപയോഗിക്കും. അതെ അതെ അതെ, ഇത് അത് എത്രത്തോളം വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി അവര്. അതെ അതെ, നമ്മൾ ഇതുപോലെ അറവശാലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ നല്ല വെച്ചൂർ പശുവാണ്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇവരിങ്ങനെ വണ്ടി ഒരു പിക്കപ്പ് വാനിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇതിന്റെ മകളാണത്. അത് കുഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുമ്പോൾ പാല് കുടിച്ചോണ്ട് അതിന്റെ കുട്ടിയാണോ അല്ലേ? അതിന്റെ കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അത് പാല് കുടിച്ചോണ്ട് പോവാ, കാലിൽ കൂടി ഇങ്ങനെ പാല് ഒഴുകുന്നുണ്ട്. പിന്നെ ഒരു മകനും ഉണ്ട്. അങ്ങനെ 3 പേര് ഒരു ഫാമിലിയിലെ അമ്മയും 2 മക്കളുമാണ്. ഞാനിങ്ങനെ വണ്ടിയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് പറഞ്ഞ വില കൊടുത്ത് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പം കണ്ടില്ലേ അതിൻ്റെയൊക്കെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ. ഇതുപോലെ ധാരാളം ഉണ്ട്. പ്രഗ്നന്റ് ആയിരുന്ന 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന പശുവിനെ പോലും അറക്കാൻ കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഇവിടെ നല്ല പശുക്കിടാവ് ജനിച്ചൊരു 5 മാസം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ധാരാളം കേസുകളുണ്ട്. അപ്പം ഇതിനൊക്കെ അപൂർവമായ കഴിവുകളുമാണ്. ഇപ്പം ഈ പറഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്നാൽ അവിടെ സെൻസ് ചെയ്തിട്ട് അവരെങ്ങനെ നക്കി തരികയും ആ വേദന തന്നെ മാറ്റി തരും. പക്ഷെ ഇതൊക്കെ നമ്മൾ പുറത്ത് പറയാൻ പറ്റത്തില്ല, കാരണം നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ഒരുപാട് ധാരാളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനിതാണ്, നമ്മളിപ്പം അനേകം വേദികൾ കിട്ടിയാലും മൈക്ക് കിട്ടിയാലും ഒന്നും നമ്മളിങ്ങനെ പ്രസംഗിക്കാറേ ഇല്ല. എല്ലാവരോടും നമ്മളൊരു അപേക്ഷ വെക്കും, ഒന്ന് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്, കാരണം ആൾക്കാർ ഇതിനെ അംഗീകരിച്ചു തുടങ്ങി. ഇപ്പം A2 പാലാണെങ്കിലും എല്ലാവരും ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നാടൻ പശുവിനെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് വളർത്താനായിട്ട് തയ്യാറാവുന്നു, പറഞ്ഞ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി. അതെ അതെ, പിന്നെ ഇതാണ് ഈ ഗോമാംസ് ഇവരിൽ നിന്ന് കിട്ടുന്ന, ഞാനിപ്പോൾ ഈ പറഞ്ഞ പഞ്ചഗവ്യങ്ങളെല്ലാം നമുക്കും മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ചാണകം, ഗോമൂത്രം, പിന്നെ നെയ്യ്, തൈര്, പാല്, അങ്ങനെ എല്ലാം മെഡിസിനൽ വാല്യൂ ആണ്. പിന്നെ അങ്ങനെ ഇവരുടെ പുറത്തേക്ക് കിട്ടുന്ന എല്ലാം മെഡിസിൻ ആണ്. അതേസമയം ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതും അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതുമായ വിഷാംശം എല്ലാം ഇവരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഇറച്ചിയിലാണ്. അതുകൊണ്ടാണ് ശരിക്കും ഗോമാംസം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ആ ഇറച്ചിയിൽ വിഷമുണ്ട്.
അതെ അതെ, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മളൊരു ഗോമാതാവ് എന്നുള്ള ഒരു ദൈവിക പരിവേഷ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നോക്കുമ്പം അങ്ങനെ ഒരു പ്രകൃതിയുടെ അമ്മ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇവരെ കണക്കാക്കണം. അതെ അതെ. അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഗോമാംസം വർജ്യമാണ് എന്ന് ഇപ്പം പറയുന്നതിൻ്റെ കാരണവും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതാണ്, ഇവിടുന്ന് നമ്മൾ വിൽപ്പനയ്ക്കില്ല. പശുക്കളെയും കാളകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും നമ്മൾ ഇവിടുന്ന് വിൽപ്പനയില്ല. കാരണം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്ത ദത്തെടുത്ത പശുക്കളും കാളകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇവരെ കൂടുതലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അറവുശാലകളിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങേയറ്റം വിഷാംശമാണ് ഇതിൻ്റെ ഇറച്ചിയിലുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിൽക്കാറില്ല. ഇവിടുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഉപയോഗത്തിനല്ലാതെ ഇതിനെ വളർത്താനുള്ള താല്പര്യം എന്ന് വരുന്നവർ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ കൂടുതലായിട്ട് നമുക്ക് ദത്തെടുക്കാൻ വരുന്ന പശുക്കളെ പുറത്തുനിന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നവരുടെ അടുത്ത് ഇതിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തവരാണ് നമ്മളിപ്പോൾ ഇവിടെ അകത്ത് കാണുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ പുറത്തേക്ക് വിടുന്നില്ല. ഇവരുടെ ജീവിതാവസാനം വരെ നമ്മളിവരെ പരിപാലിക്കുക. അതാണ് നമ്മുടെ ഒരു പോളിസി. പിന്നെ ഇവിടുത്തെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാളകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാച്ചുറൽ മീറ്റിംഗ് വഴി നല്ല കുഞ്ഞുങ്ങളെയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓഫീസ്, ട്രസ്റ്റിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിന് ഈ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാണകത്തിൽ നിന്നുള്ള പെയിൻ്റാണ്. ഓ, ചാണകത്തിൽ നിന്നുള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നത് പെയിൻ്റാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കെമിക്കലില്ല, മണമില്ല. പിന്നെ പണ്ട് ചാണകം മെഴുകിയ അതേ ഒരു ഇഫക്റ്റാണ് ഇതിന്. റൂമിൽ കയറുമ്പോൾ. അതെ അതെ, ഇതാണ് അതിൻ്റെ ലേബിൾ. പുറത്തൊന്നുമില്ല, 25 വർഷം ഗ്യാരണ്ടിയാണ്. അതിൻ്റെ ലീക്ക് പ്രൂഫ് പോലും ഉണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു വിശ്വരക്ഷാ അഭിയാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഗ്രീൻ ഓണർഷിപ്പ് പ്രോഗ്രാമുണ്ട്, മെഡിക്കൽ സപ്പോർട്ടുണ്ട്, ട്രെയിനിങ് സെഷൻസ് ഉണ്ട്, ഗോരക്ഷയുണ്ട്, അതിൽ കൂടെ നേച്ചർ റിജുവിനേഷനുണ്ട്. അങ്ങനെ ഈ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ധാരാളം കർഷകർക്കും ക്ഷീര കർഷകർക്കുൾപ്പെടെ നമ്മുടെ നാടൻ പശുക്കളെ പരിപാലിക്കുന്നവർക്ക് 1/2 ലിറ്റർ പാലേ ഉള്ളെങ്കിൽ പോലും നമ്മളതിവിടെ സംഭരിച്ച് അവർക്ക് ഒരു നല്ല സാധാരണ സൊസൈറ്റികളിൽ കിട്ടുന്നതിലും 4 ഇരട്ടി വില ആണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ വിളകളാണെങ്കിലും നമ്മുടെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ നമ്മൾ സംഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പാല്, ചാണകം മുതലായവ എങ്ങനെ മൂല്യവർദ്ധിതം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ ഒരു ഔട്ട്ലെറ്റാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 300ഓളം ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ. 300 ഉൽപ്പന്നങ്ങളുണ്ടല്ലേ? അതെ, അത് കാണാമല്ലോ. അതെ, കയറുമ്പം തന്നെ പത്തായം എന്ന് പറയുന്ന സംഭവം. എല്ലാം പഴയ പത്തായല്ലേ? അതെ, പഴമയെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ, അത് ശരി. അതെ, ഒന്ന് പരിചയപ്പെടുത്താ. ഇത് പഴയ ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പഴയ പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഉപകരണങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ചെല്ലം, കിണ്ടി, അങ്ങനത്തെ ഓട്ടുപാത്രങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ അല്ലേ? ഇതെല്ലാം ഇതൊക്കെ നമ്മൾ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സാണ്. ഇത് ധൂപ പുകയ്ക്കാനുള്ള ധൂപബത്തി, അഗർബത്തി, പിന്നെ പഞ്ചഗവ്യ വിളക്ക്, ഇത് ഭസ്മം, ഡിഷ് വാഷ് പൗഡർ, അങ്ങനെ ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ട്. സോപ്പുകൾ, പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കൺമഷി, ലിപ് ബാം, പിന്നെ തലവേദന, അങ്ങനത്തെ വേദനകൾക്കുള്ള വേദന സംഹാരിയുണ്ട്. കണ്ണിലൊഴിക്കാനുള്ള മരുന്ന്, ചെവിയിലൊഴിക്കാനുള്ളത്, കുങ്കുമം, പിന്നെ ടൂത്ത് പൗഡർ, എല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഫ്ലോർ ക്ലീനിങ് ലോഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഗുണം, ഇത് ഡിഷ് വാഷ് പൗഡറാണ്. ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാത്രം കഴുകിയിട്ട് നമുക്ക് ഈ വെള്ളം പച്ചക്കറിക്കും ചെടിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഡയറി യൂണിറ്റ് നമ്മൾ ഇത് പാല്, തൈര്, മോര്, അങ്ങനെ നെയ്യുണ്ട്, വെണ്ണയുണ്ട്, പനീറുണ്ട്. പിന്നെ ഈ കാണുന്ന ലസ്സി, സിപ്പപ്പ്, റൈസ് ബാർ, അതെല്ലാം ഇവിടെ തന്നെ നമ്മുടെ നാടൻ A2 മിൽക്കിൽ ഉള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം. പിന്നെ നമ്മുടെ പഴയ രീതിയിലുള്ള അച്ചാറുകൾ, പിക്കിൾസ്, ഇതൊക്കെ തൈര് കളയാനും പഴയ ട്രഡീഷനും ടെക്നോളജിയാണ്. ഇത് പണ്ടത്തെ തൈര് കടയുന്ന കടകോൽ ഉപയോഗിച്ചുള്ള, ഇത് നമ്മൾ കടകോൽ മോട്ടർ പിടിപ്പിച്ച കടകോലാണ്. സംവിധാനങ്ങളും ഉണ്ടല്ലേ? അതെ, ഗോബർ ഗ്യാസ്, വിറകടുപ്പ്. അതെ,
നമുക്ക് ഇപ്പം റീസെൻ്റായിട്ട് കിട്ടിയതാണ് ഇത്. ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷനാണ്. നമ്മുടെ ഈ ഫാമിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ സർട്ടിഫൈഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സാണ്.